അങ്ങനെ ടൈം ട്രാവൽ ചെയ്യാനുള്ള മോട്ടീവ് എന്തായിരുന്നു? കുറച്ച് മയത്തോടുകൂടി ചോദിക്കണ്ടേ? അയാൾ എത്ര ട്രാവൽ ചെയ്ത ആളാന്നറിയാതെ ബഹുമാനത്തോടുകൂടി ചോദിക്കും. നിങ്ങക്ക് ഫ്രീ മൈൻഡ് ആവണ്ടേ? അങ്ങനെ ടൈം ട്രാവൽ ചെയ്യാനുള്ള മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എൻ്റെ ടൈം ട്രാവൽ യാത്രയിൽ ഞാൻ എൻ്റെ പ്രണയിനിയെ കണ്ടെത്തി. അർമേനിയയിൽ ഇടവപ്പാതിക്ക് പെയ്യുന്ന തെക്ക് കിഴക്കൻ പാതിര കാറ്റുണ്ട്. അതിങ്ങനെ അവളെ തട്ടത്തിലും മുടിയിലും ഒക്കെ ഇങ്ങനെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതെ, ഐഷ. അപ്പൊ ഐഷ ഏതായിഷ? തട്ടത്തെ പറഞ്ഞ ഞാനും കണ്ടല്ലേ, കണ്ടല്ലേ? എടാ ഒരേപോലെ 7 പേരില്ലേ? അത് കണക്ക് 7 കഥകളും കാണും. ഇത് ലൊക്കേഷൻ വേറെ. നീ ചുമ്മാ കഥ നിനക്ക് ഫ്രീ മൈൻഡ് ആവും. എന്നാ പിന്നെ കൊച്ചിന്റെ പേര് പറ. പെങ്കൊച്ചിന്റെ പേര് ഷൈജു. ഷൈജു? ഷൈജു. പെണ്ണുകൾക്കാരും ഷൈജു വരുള്ളൂ. സംഭവം നിങ്ങൾക്ക് അതിനെ പറ്റി അറിയുന്നുണ്ട്. ഞാൻ ടൈം ട്രാവൽ ചെയ്ത് എന്നെത്തിയതേ ഒരു മുട്ടക്കുന്നില്ല, ഒരു പ്രത്യേകതരം ഗ്രാമമാണ്. അവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ പേരും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ പേരും. അതുകൊണ്ട് ഗ്രാമോടാ ഇത്? കൊള്ളേടാ, ഇവിടെ കുമാർ എന്ന് പറഞ്ഞൊരു ചേച്ചി ഇല്ലായിരുന്നു. കുമാർ ചേച്ചിയാ? കണ്ട ഇവ എന്റെ കഥയൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് എന്റെ മൂഡ് പോയി, ഞാൻ വിഷയം വിട്ടു. കണ്ടാ മാമൻ വേണമെങ്കിൽ മാമ പറ. മാമ ഞാൻ ഒന്നും കണ്ടത്തില്ല. മാമ പറ. ഇല്ല, എന്റെ മൂഡ് പോയി. ഞാൻ കുറച്ച് നേരം ഡാൻസ് കളിക്കട്ടെ. ഡിപ്രഷൻ വന്ന ഡാൻസ് കളിക്കണമെന്ന് മാമൻ പറഞ്ഞു. ട്രൈ ചെയ്താ